വാത്സല്യമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന് മാത്രം മഹത്വം. നമ്മുടെ ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസമാണ്. അമ്മയെക്കുറിച്ച് എനിക്കെന്ത് പറഞ്ഞു തരാൻ പറ്റിയെന്ന് എനിക്ക് മുഴുവൻ അറിയില്ല. ദൈവം പറഞ്ഞ വാക്കുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഉറപ്പിക്കട്ടെ. സ്വർണത്തിൽ കൊത്തിയ വാക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു കരുണ വന്ന് വീഴട്ടെ. പരിശുദ്ധ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹചർ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ദാവീദ് പറയുക, ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പം ചേടാ, ഈ ദേവാലയത്തിൻ്റെ അടുത്ത് വസിക്കണമെന്നും ദേവാലയം കെട്ടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്, പണിയണമെന്നും. ചേടാ, ഈ കൂടാരത്തിൽ മീവൽ പക്ഷിയും ചങ്ങാലിയും ഒക്കെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടുത്ത് വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവത്തിൻ്റെ കരുണയിൽ ദൈവത്തിൻ്റെ തൊട്ടടുത്ത് കൂടാരമടിക്കാൻ ഭാഗ്യം കിട്ടിയ അപൂർവ കന്യകയാണ് മറിയം. അമ്മയോടൊപ്പം നമുക്ക് ഈ ചെറിയ ധ്യാനത്തിൻ്റെ വഴികളാണ്, പക്ഷെ വലിയൊരു മഹത്വം ദൈവം തരട്ടെ. ആലയത്തിലേക്ക് പോകാമെന്നു കൂട്ടർ ചൊന്നപ്പോഴെന്നുള്ളിലാനന്ദം, മീവൽ പക്ഷി പോലെ തൊട്ടടുത്ത് വസിക്കാൻ എൻ്റെ ഉള്ളിൽ കത്തുന്ന ആഗ്രഹം. മീവൽ പക്ഷി പോലെ തൊട്ടടുത്ത് വസിക്കാൻ എൻ്റെ ഉള്ളിൽ കത്തുന്ന ആഗ്രഹം. ഹല്ലേലൂയ. ഈ 4-ാമത്തെ ധ്യാന ദിവസം കൊണ്ട് നമ്മുടെ ധ്യാനം തീരുമ്പോൾ വലിയവരായ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു പുതിയ സാന്നിധ്യം ദൈവത്തെ ആരാധിക്കാൻ നമ്മെ ഒരുക്കട്ടെ. വാത്സല്യമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ അവസാനത്തെ ദിവസം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണം എന്ന് തോന്നുന്നു. എങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം, ഇപ്പോഴുള്ള 1-ാം അധ്യായം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നാണ് പണ്ഡിതമതം. എന്ന് വെച്ചാൽ, യോഹന്നാൻ ആദ്യം എഴുതിയ കൈയെഴുത്ത് പ്രതിയിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന ഭാഗമില്ല. എത്രേ, നിങ്ങളൊരു പക്ഷേ ഇതാദ്യം കേൾക്കുകയായിരിക്കും. ഏതായാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന യോഹന്നാൻ്റെ പേരിൽ അറിയപ്പെടുന്ന സുവിശേഷത്തിൻ്റെ കൈയെഴുത്ത് പ്രതിയിൽ ആദ്യമുള്ളത് തുടങ്ങുന്നത് ചുരുക്കം പറഞ്ഞാൽ 2-ാം അധ്യായത്തിലാണ്. ഗലീലിയയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു എന്ന് പറഞ്ഞാണ്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്തിനാ എൻ്റെ പ്രിയപ്പെട്ടവരെ പെറുക്കി വലിച്ചു നീട്ടി യോഹന്നാൻ പറയുന്നത്? യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, വളരെ കൃത്യമായി അവസാനത്തെ അധ്യായത്തിൽ 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും മറ്റും ഞാൻ എഴുതിയിട്ടില്ല. എഴുതാൻ ആർക്ക് പറ്റും? അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ഭൂമിയിലെ ഗ്രന്ഥങ്ങൾ തികയത്തില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ പ്രിയപ്പെട്ടവരെ? എല്ലാം മറ്റും എഴുതിയിരുന്നെങ്കിൽ ലോകത്തിലെ ഗ്രന്ഥങ്ങൾ തികയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എഴുതിയിരിക്കുന്നത് വളരെ ചുരുക്കമാണ്, സംക്ഷിപ്തമാണ്, വളരെ എബ്രിഡ്ജ്ഡാണ്, വളരെ ചുരുക്കിയാണ് എന്നല്ലേ? അതെ, അങ്ങനെ ചുരുക്കി എഴുതി എന്ന് പറയുന്ന യോഹന്നാൻ തേണ്ടേ പരത്തി പറയുന്നു. ഗലീലിയയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഗലീലിയയിലെ കാനായിലെ കല്യാണത്തിന് യേശുവും ശിഷ്യന്മാരും അമ്മയും ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്തിനാ പ്രിയപ്പെട്ടവരെ ചുരുക്കി പറയാൻ കൊതിക്കുന്ന യോഹന്നാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന യോഹന്നാൻ ഞാൻ ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നതെന്ന് അടിവരയിട്ട് പറയുന്ന ഈ അരുമ ശിഷ്യൻ ചെറുപ്പക്കാരൻ മുറിച്ച് പറയുന്നത്? ഗലീലിയിലെ കാനായിൽ ഭവനത്തിൽ വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ ഷീ ഹാഡ് ബീൻ ദേർ, അവളവിടെ മുന്നമേ ഉണ്ടായിരുന്നു. എന്തിനാ? ഈശോയും ശിഷ്യന്മാരും വരുമ്പോൾ കൃത്യമായ ഒരു സ്വാഗതം നേരാൻ മറിയം അവിടെ ഉണ്ടായിരിക്കുക എന്നത് യോഹന്നാൻ്റെ ഒരു ദൈവശാസ്ത്രപരമായ നിഷ്ഠയാണ്. സഹോദരങ്ങളെ, പരമാരാധന എപ്പോഴും മിശിഹായ്ക്കാണ്. എന്നാൽ മറിയാമിനോടൊപ്പം ഭവനങ്ങളും കുടുംബങ്ങളും വ്യക്തികളും പ്രസ്ഥാനങ്ങളും എല്ലാം അമ്മയോടൊപ്പം ഒരുങ്ങി കർത്താവിനെ സ്വീകരിക്കുക, ആരാധിക്കുക യോഹന്നാൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ.
അതുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിൻ്റെ അവസാന ദിവസം നമുക്കിങ്ങനെ പറയാം, അമ്മ മറിയമേ, എൻ്റെ ജീവിതത്തെ നീ വഴി പുതുക്കി എൻ്റെ കർത്താവിന് ഞാൻ സമർപ്പിക്കുന്നു മുഴുവനും. രണ്ടാമത്തെ കാര്യം, വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ, വിവാഹ വിരുന്ന് നടക്കുമ്പോൾ, ഞാനിത് പല വേദികളിൽ പറഞ്ഞതാണ്, ശാലോം ഒരുക്കുന്ന ഈ ധ്യാനത്തിലൂടെ അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കുകയാണ്. ഒരു വീട്ടിൽ, നമ്മുടെ വീട്ടിൽ കല്യാണം വിരുന്ന് നടന്ന് ചാറ് കിട്ടിയോ, മോര് കിട്ടിയോ, അച്ചാറ് കിട്ടിയോ, കോഴിക്കറി കിട്ടിയോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും അകത്ത് കാണും. ഇനി ഏത് കേറ്ററിങ്ങിനെ ഏൽപ്പിച്ചാലും നമ്മുടെ കണ്ണ് എല്ലായിടത്തും എത്തിയോ, ആൾ പോയോ, കൊടുത്തോ, വാങ്ങിയോ, അവരുടെ രീതി എങ്ങനെ, ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കല്യാണത്തിൽ ആ കുടുംബനാഥൻ്റെ കണ്ണും കാതും കരളുമെല്ലാം പന്തിയായിരിക്കുന്ന മനുഷ്യൻ്റെ ചങ്കിനുള്ളിലാ ചാറ് കിട്ടിയോ, മോര് കിട്ടിയോ, അച്ചാറ് കിട്ടിയോ, വീഞ്ഞ് കിട്ടിയോ ചോദിച്ച് ഓടി നടക്കുക. അങ്ങനെ പറന്നു നടക്കുന്ന പൂന്തുമ്പി പോലെ ഉയർന്നു പറക്കുന്ന ഈ കുടുംബനാഥൻ്റെ, ഇനി പറയുന്നൊരു പ്രാഗ്മാറ്റിക്കൽ എക്സ്പ്ലനേഷനാണ്, പ്രായോഗികമായ ഈ കുടുംബനാഥൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ, മൂക്കിൻ്റെ താഴെ, കയ്യെത്തും ദൂരത്ത്, കണ്ണെത്തും ദൂരത്ത് ഒരു മാരകമായ കുറവുണ്ടായിട്ട് നിങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കണേ, നിങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കണേ ദൈവജനമേ. ഞാൻ ഈ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ശുശ്രൂഷയിൽ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോവും. ആ അപ്പൻ 4 വട്ടം, നാഴികയ്ക്ക് 40 വട്ടം കയറി കാണില്ലേ ആ കലവറയ്ക്കകത്ത്. ബൈബിള് പറയുന്നു, കുടുംബനാഥനല്ല, മറിയമാണ് വീഞ്ഞു തീർന്നു പോയത് കണ്ടെത്തിയത് എന്ന് യോഹന്നാൻ അവതരിപ്പിക്കുമ്പോൾ, അടയാളങ്ങളുടെ പുസ്തകമെന്നാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തെ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ വാക്കും അക്ഷരവും എല്ലാം അടയാളവാ. എന്തോ വലിയ കാര്യങ്ങൾ പറയാനുണ്ട് യോഹന്നാന് ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴും. അപ്പോൾ എന്താ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ പരിശുദ്ധ ജനമേ, നമ്മളൊക്കെ എത്ര ജഗജില്ലികളാണെങ്കിലും, എത്ര വലിയവരാണെങ്കിലും, നാടും കാട് വിളക്കാൻ പോകുന്നവരാണെങ്കിലും, നമ്മുടെയൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ മൂക്കിൻ്റെ താഴെയുള്ള ചില പിഴവുകൾ കണ്ടെത്താനോ കണ്ടെത്തിയാൽ തിരുത്തുവാനോ നമുക്ക് കഴിയില്ല. അത്ര ദുർഭകരാണ് നമ്മൾ, അത്ര ദുർഭകരാണ് നമ്മൾ. എൻ്റെ വാത്സല്യമുള്ളവർ, എനിക്ക് വയസ്സ് 50ലേക്ക് പ്രവേശിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം 33 വയസ്സ് വരെ പല കുറവുകളും ഉണ്ടെന്നറിയാഞ്ഞിട്ടും തിരുത്താൻ പറ്റിയിട്ടില്ല. ഇന്നും ചില കുറവുകൾ ഉണ്ടെന്നറിയാം, തിരുത്താൻ പറ്റുന്നില്ല. മറിയം ഇവിടെ ഒരു സഹായികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. വർഷങ്ങൾ പഴക്കമുള്ള എൻ്റെ തഴക്കങ്ങളുടെയും കുറവുകളുടെയും വീഴ്ചകളുടെയും അറിവില്ലായ്മയുടെയും അജ്ഞതയുടെയും അത്യാഗ്രഹത്തിൻ്റെയൊക്കെ മുമ്പിൽ മറിയം നിന്നിട്ട് പറയും, എൻ്റെ കുഞ്ഞിനൊരു കുറവുണ്ട്, അവൻ്റെ കലവറയിൽ വീഞ്ഞിൻ്റെ കുറവുണ്ട്. വാത്സല്യമുള്ള സഹോദരങ്ങളെ, മറിയാം വ്യക്തി ജീവിതത്തിൽ എനിക്ക് നൽകിയ ഏറ്റവും വലിയ ആനന്ദം, എൻ്റെ കുറവുകൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് എനിക്ക് വേണ്ടി നിലകൊണ്ട് എന്നെ തിരുത്താനൊരു അമ്മയുണ്ട്. വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാളുകൾക്ക് മുമ്പ്, ഒരു 7 വർഷം മുമ്പ് ഒരു ശുശ്രൂഷ ചെയ്താൽ എൻ്റെ മുഖത്ത് ഗൗരവം വന്നങ്ങോട്ട് കൂന കൂടി. എനിക്ക് ചിരിക്കാനോ ഒരു സരളമായിട്ടൊരു വളരെ സ്വരമുയർത്തി കുറേ ബഹളം വയ്ക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൻ്റെ 40 വർഷങ്ങളോളം എനിക്ക് ഒരു നറുപുഞ്ചിരി പോലും ഒരു വേദിയിൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. വർഷങ്ങൾ, 40 വർഷമേ ജനത്തെ കാണുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ആ 40 വർഷത്തെ വിഷാദഭാവത്തെ എടുത്തു മാറ്റാൻ മറിയാം വഴി ആരാധിച്ച കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് കഴിഞ്ഞു. അമ്മ മറിയം അത്ഭുതകരമായി വ്യക്തി ജീവിതത്തിൻ്റെ രീതികളെ തൊടാനായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. മറിയാമിനോടൊപ്പം ജീവിതം സമർപ്പിക്കുമ്പം ഞാൻ ഈശോയുടെ നാമത്തിൽ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപിടിച്ച് ശ്രമിച്ചിട്ട് നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റാതെ ചില കാര്യങ്ങളിൽ ഒരുപാട് വ്യക്തിപരമായി ത്യാഗമൊക്കെ എടുത്തു. അവിടെ ഒന്നും കിട്ടാത്തൊരു അനോയിൻറ്റിങ്, എനിക്കതിൻ്റെ പൂർണ്ണ രഹസ്യം പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ അമ്മ മറിയത്തോടൊപ്പം ആരാധിക്കുമ്പോൾ ദൈവവചനം മറിയത്തിൽ മാംസമെടുത്തതുപോലെ നമ്മിൽ മാംസമെടുക്കും. ദൈവവചനം മറിയാമിൽ എങ്ങനെ മാംസമെടുത്തോ അതേപോലെ ദൈവം പറഞ്ഞ ഈ വചനം, ഉദാഹരണം ജെറമിയ 13:23, വർഷങ്ങളായി മദ്യം ഉപേക്ഷിക്കാൻ പറ്റാത്ത സഹോദര, സിഗരറ്റ് വലിക്കുന്ന സഹോദര,
സെക്കുലർ മാസികയ്ക്ക് അടിമയായ, സീരിയലിന് അടിമയായ സഹോദരി, നിങ്ങൾ ഈ വചനമെന്ന് പറഞ്ഞേ മറിയാമിനോട് ചേർന്ന്, അമ്മ മറിയമേ, നിന്നിൽ വചനം മാംസമെടുത്തതുപോലെ ജെറമിയ 13:23 ഈ പാപിയിൽ മാംസമെടുക്കട്ടെ, പക്ഷെ എൻ്റെ കെട്ട ശീലം മാറ്റാൻ എനിക്ക് പറ്റും. ഈ വചനം ജെറമിയ 13:23 പാപിയായ എന്നിൽ മാംസമെടുക്കട്ടെ, മറിയാമിൽ ദൈവവചനം പൂർണ്ണമായി മാംസമെടുത്തതുപോലെ. ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, കാനായിലെ കല്യാണ വിരുന്നിൽ നിന്ന് മറിയാമിനെ കുറിച്ച് ഒരു ജന്മം മുഴുവനും ധ്യാനിക്കാനുള്ളൂ. ജന്മം മുഴുവനും ധ്യാനിക്കാനുണ്ട്. ഞാൻ വിപ്ലവം പറയുകയല്ല, എളിമയോടൊരു കാര്യം ചോദിച്ചോട്ടെ. കാനായിലെ അത്ഭുതം എന്താ? കാനായിലെ അത്ഭുതം എന്താ? വെള്ളം വീഞ്ഞായതല്ലേ? ശരിയാ. പക്ഷേ അതിലും മുമ്പ് നടന്ന ഒരത്ഭുതം, ഒരു പക്ഷേ അതിലും അത്ഭുതപ്പെടുത്തുന്ന, അതിലും കുളിരുകോരിക്കുന്ന ഒരു അത്ഭുതം കാനായിൽ നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ പറയും? വെള്ളം വീഞ്ഞായത് അവിടെ നിൽക്കട്ടെ, തികച്ചും ഉന്നതമായ അത്ഭുതം. പക്ഷേ അതിന് മുമ്പ്, ജസ്റ്റ് ബിഫോർ ദാറ്റ്, അതിന് മുമ്പ് ഒരു പ്രത്യേക അത്ഭുതം നടന്നിട്ടുണ്ട് കാനായിൽ. നിങ്ങൾക്കതറിയാമോ ഏതാണെന്ന്? അതറിഞ്ഞാൽ മരിയൻ അനുഭവങ്ങളുടെ ക്ലൈമാക്സ് ആണ്. മരിയൻ അനുഭവങ്ങളുടെ ക്ലൈമാക്സ് ആണത്. വാത്സല്യമുള്ളവരെ, അവിടെ മിശിഹ കർത്താവ് വെള്ളം വീഞ്ഞാക്കി മാറ്റിയത്, കാനായിൽ മിശിഹ കർത്താവ് വെള്ളം വീഞ്ഞാക്കി മാറ്റിയത് എവിടെയാണ്? എന്തിലാണ്? കൽഭരണിയിലാണോ തുകൽക്കുടത്തിലാണോ? ചോദ്യം ചോദിച്ചപ്പോൾ വിഷമമായോ? അഥവാ യഹൂദ പാരമ്പര്യത്തിൽ യഥാർത്ഥത്തിൽ വീഞ്ഞ് സൂക്ഷിക്കുന്ന എവിടെ? പൊതുവെ സൂക്ഷിക്കുന്ന എവിടെയാണ്? കൽഭരണിയിലാണോ തുകൽക്കുടത്തിലാണോ? കൽഭരണിയിലുണ്ടായിരിക്കാം കേട്ടോ. പക്ഷെ പൊതുവെ ബൈബിളിൽ നിന്നുള്ള സംജ്ഞ നോക്കുമ്പം, സൂചനകൾ നോക്കുമ്പം, പുതിയ വീഞ്ഞ് പുതിയ തുകൽക്കുടത്തിൽ, പഴയ വീഞ്ഞ് പഴയ തുകൽക്കുടത്തിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം തുകൽക്കുടത്തിലാകാം, കൽഭരണിയിലൊക്കെ സൂക്ഷിക്കാം കേട്ടോ, നല്ല ഭരണികളിൽ. പക്ഷേ ഒരു കാര്യം തർക്കിക്കേണ്ട. എന്താ? കാനായിലെ കൽഭരണികൾ വീഞ്ഞ് സൂക്ഷിക്കാനുള്ളതായിരുന്നില്ല. ഇല്ല. പിന്നെ അത് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് ആളുകൾ ചമഞ്ഞുകുത്തി വരുമ്പം പണ്ഡിതൻ്റെയും പാമരൻ്റെയും ഉന്നതൻ്റെയും സ്ഥാനമുഖിയുടെയും പുരോഹിതൻ്റെയും പൺപുള്ളവരുടെയും റബ്ബിമാരുടെയും ഒക്കെ കാല് കഴുകാൻ വേണ്ടി മാത്രം സെറ്റപ്പാർട്ടായ ചില ജന്മങ്ങളായിരുന്നു ആ കൽഭരണികൾ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുക. എന്നെ കേൾക്കുന്ന, കണ്ണ് വെട്ടിക്കാതെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ സഹോദരങ്ങളെ, കാല് കഴുകുക, കാലെ വീഴുക, കാലെ പിടിച്ച് കിടക്കുക, അവരുടെയൊക്കെ കാല് വന്നിക്കുക, കാലെ കിടക്കുക, പാദസേവ ചെയ്യുക, അതുമാത്രമായിരുന്നു ആ കൽഭരണികളുടെ ഭാവി സ്കോപ്പ്. കാലെ വീഴുക. കൽഭരണിയുടെ അകം ആരെങ്കിലും കഴുകി കൊടുക്കുമോ? അവിടെ ക്ലാവ് പിടിച്ച് കിടക്കും. ആരെങ്കിലും, അയ്യോ മുത്തേ നീ മഞ്ഞത്താണല്ലോ, നിന്നെ ഞാൻ പുതപ്പിട്ട് മൂടട്ടെ? നോ വൺ വിൽ കം. പിള്ളേർ കല്ലുവരച്ചിറങ്ങി വങ്ക് പൊട്ടുമോ? അയ്യോ വങ്ക് പൊട്ടിയല്ലോ എന്ന് ഓർത്ത് ആരുടെയെങ്കിലും നെഞ്ച് പൊട്ടുമോ? നോ. കാക്ക വന്ന് കാഷ്ടിച്ചിട്ട് പോകും. അത് പുറത്തല്ലേ, അകത്തെ വെള്ളത്തിലല്ലോ. വെള്ളം കാല് കഴുകാനുള്ള വെള്ളമല്ലേ. അതൊക്കെ അവിടെ ഇരുന്നാൽ മതി. പുറത്ത് മഴ നനഞ്ഞ് മഞ്ഞുകൊണ്ട് വെയിലത്ത് അന്യാധീനപ്പെട്ട് മനുഷ്യന്റെ പരിഗണനയുടെ അതിർവരമ്പുകൾക്കപ്പുറത്ത് ആരും പരിഗണിക്കാതിരുന്ന ജന്മങ്ങളുടെ വേറിട്ടടയാളമാണ് കൽഭരണി. വങ്ക് പൊട്ടിയാൽ സഹിച്ചു കൊള്ളണം, ക്ലാവുണ്ടെങ്കിൽ ചുമന്നുകൊള്ളണം, കാഷ്ടം വീണാൽ സഹിച്ചോണം, മറന്നോണം, വെയിൽ കൊള്ളണം, പൊട്ടിക്കുടന്ന് നിൽക്കണം, മഴ നനഞ്ഞ് ഇരുന്നോണം. കാനായിൽ മറിയാം ഒരു വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഇടപെട്ടപ്പോൾ ബൈബിൾ പറയുക, പുറത്ത് കാല് കഴുകിയിരുന്ന, കാലും നക്കി കിടന്ന, മനുഷ്യന് പാദസേവ ചെയ്ത് ജന്മം മുഴുവൻ നശിച്ച കൽഭരണികളെ ഇത്രയും കാലം ഭർത്താവ് പോലും, ഇത്രയും കാലം സ്വന്തക്കാർ പോലും മനസ്സിലാക്കാതെ പോയ, ജീവിതത്തിൽ 10 പൈസയ്ക്ക് വിലയില്ലാതെ പോയ ജന്മങ്ങളെ വീഞ്ഞ് ഭരണികളാക്കി മാറ്റുന്നു. മറിയാം ഇടപെടുമ്പോൾ ഈ ആബ്സലൂട്ടായ, ചിന്തിക്കാൻ പറ്റാത്ത ഈ പ്രവൃത്തിയാണ് ജീവിതത്തിലുണ്ടാകുന്നത്. ഹല്ലേലൂയ. മറിയാം വഴി സ്വർഗത്തിനൊരു വ്യക്തി സമർപ്പിക്കുമ്പോൾ
നിൻ്റെ ഈ 45 വർഷം നീ പഠിക്കലിരുന്നവളാണ്. സഹോദരി, വിവാഹം കഴിഞ്ഞിട്ട് അടുത്ത വർഷം തികയുമ്പോൾ 40 വർഷം തികയുക നിനക്ക്. 3 മാസം കഴിഞ്ഞാൽ നിൻ്റെ 40ാമത്തെ വിവാഹ വാർഷിക ദിനമാണ്. ഈ 40 വർഷം വീട്ടിൽ ശബ്ദിക്കാൻ പറ്റാതെ പുകയത്തിരുന്ന മറയത്തിരുന്ന കൽഭരണിയാണ് നീ. മറിയാം വഴി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം മധുരവീഞ്ഞ് നിന്നിൽ ഒഴുക്കും. എന്നിട്ട് ജനം ചുറ്റുപാടും വന്ന് ചോദിക്കും, ചേടാ ഇത് കൊള്ളാലോ, ഇതുവരെ ഇല്ലാത്ത മധുരവും ലഹരിയും സന്തോഷവും പകരുന്ന വീഞ്ഞോ, ഇതെവിടെ കൊണ്ട് പൂട്ടി വെച്ചു? ദൈവം ജനതകൾ അതിശയപ്പെടുന്ന പ്രവൃത്തി നിന്നിലുണ്ടാകും. 40 വർഷം കഴിയാഞ്ഞത് ഇനിയുള്ള 16 വർഷം നീ ചെയ്യും. 39 വർഷം സാധിക്കാഞ്ഞത് ഇനി ദൈവം തരുന്ന ആയുസിൻ്റെ 24 വർഷം നീ പൂർത്തീകരിക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമ്മുടെ കാതിൽ വന്ന് പറഞ്ഞ് തകർന്ന ബാല്യകാലാനുഭവങ്ങളിൽ നിന്നും മുറിഞ്ഞ യൗവനാനുഭവങ്ങളിൽ നിന്നും വീണ് മുഖം പൊത്തിയ അഡൾട്ട് ലൈഫിൽ നിന്നും നിന്നെ പൊക്കിയെടുത്ത് കൽഭരണിയെ അകം നിറഞ്ഞ ക്ലാവ് മുഴുവൻ തുടച്ച് മനം നിറഞ്ഞ നോവ് മുഴുവൻ മാറ്റി മറിയാം ദൈവസന്നിധിയിലെത്തിക്കും. ഉരിഞ്ഞു പോരാത്ത ഉടുവസ്ത്രം പോലെ ഉയിരിൻ്റെ ഭാഗമായ ശീലങ്ങളെ മറിയാമിനോടൊപ്പം ആരാധിക്കുമ്പോൾ കൈവിട്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. മറിയം അങ്ങനെ സ്വർഗീയ വിസ്മയമായി മാറുകയാണ്. സാധാരണക്കാരന് പോലും പിടഞ്ഞവരെ, തകർന്നവരെ, മാറ്റി നിർത്തപ്പെട്ടവരെ നമുക്ക് മറിയമുണ്ട്. മറിയം 2 ചെറിയ കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഈ ധ്യാനം തീർക്കുകയാണ്. മറിയത്തിൻ്റെ ഈ വിസ്മയമാണ് നമ്മെ ബലിപീഠത്തിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു ശക്തി. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു ദീപ്ത സ്മരണ നൽകുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിദിവ്യമായ ഒരു ദീപ്ത സ്മരണ നൽകുകയാണ്. ബൈബിൾ വെളിപാടിൽ യോഹന്നാൻ എഴുതി വയ്ക്കുക, ഞാൻ കണ്ടു ആകാശത്ത് 12 നക്ഷത്രം കൊണ്ട് ചേർത്ത് കെട്ട് മുടിയണിഞ്ഞ ഒരു പെണ്ണാളിനെ കണ്ടു. അത് മറിയമെന്നാണല്ലോ സഭയുടെ ഒരു വിവക്ഷ. അതങ്ങനെ തന്നെയാണെങ്കിൽ, അത് അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാമെങ്കിൽ ഞാനൊരു മറുചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ഈ 12 നക്ഷത്രങ്ങൾ? നിങ്ങൾ ഉത്തരം പറയും 12 ഗോത്രങ്ങളുടെ രാജ്ഞിയായ മറിയം. പൂർണ്ണമായ ശരി തന്നെ. എങ്കിലും പ്രായോഗികമായ ഉന്നതമായ പരമ്പരാഗതമായ ദൈവശാസ്ത്ര വ്യാഖ്യാനത്തിനപ്പുറം നിന്ന് ഞാനൊരു തെറ്റുവരാത്തൊരു ഭാവനാ വ്യാഖ്യാനം നടത്തട്ടെ. ഭൂമിയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ധാരാളം സ്വർണം കിട്ടിയ മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ഒരൊത്തിരി സ്വർണം നേടി പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന മാനുഷിക വിസ്മയങ്ങളാണ്. അവരുടെ തലയ്ക്ക് മുകളിലും ഈ 8 സ്വർണം കിട്ടിയവൻ്റെ തലയ്ക്ക് മുകളിലും നേരിട്ട് പ്രകാശിക്കാൻ ഒരു നക്ഷത്രമേ ഉള്ളൂ, ഒറ്റ നക്ഷത്രം. അതിൻ്റെ പേരാ സൂര്യൻ. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മുകളിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുകളിൽ ഇനി ഞാൻ ഓടി നടന്ന് ചാടി കുത്തി ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ മഹത്വവും നേടി എൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ വന്നു. എൻ്റെ തലയ്ക്ക് മുകളിൽ എരിയാൻ ഒറ്റ നക്ഷത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ആർജിച്ചെടുക്കുന്ന മഹത്വത്തെ നമുക്ക് ഒറ്റ നക്ഷത്രത്തോട് ഉപമിക്കാം. ഭൂമിയിൽ അച്ചീവ് ചെയ്യുന്ന, പടവെട്ടി നേടുന്ന മഹത്വത്തെ ഒറ്റ നക്ഷത്രത്തോട് ഉപമിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ പരമമണ്ടിയായി നിന്നുകൊടുത്ത്, ദൈവം പ്രവർത്തിക്കാൻ പരമമണ്ടനായി നിന്നുകൊടുത്ത്, ദൈവം പ്രവർത്തിക്കാൻ നീ നിന്നുകൊടുത്താൽ, നീ കഷ്ടപ്പെട്ടോടി വാരിക്കൂട്ടി നേടുന്നതിനേക്കാൾ 10 ഇരട്ടിയിലധികം മഹത്വം ദൈവം കൺഫർ ചെയ്യും, ദൈവം തരുമെന്നുകൂടിയാണ് ഈ 12 നക്ഷത്രത്തിൻ്റെ രഹസ്യം. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. നാം എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? മറിയാമിൻ്റെ ഒരു ജീവിത ശൈലി എന്താണ്? മറിയമെന്ന വാക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ എന്ന് അറിയില്ല. എങ്കിലും മറിയം നൽകുന്ന ജീവിത ശൈലി എന്താണെന്നൊരിക്കൽ ധ്യാനിച്ചപ്പം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാമ്മ നൽകിയത്, കുഞ്ഞെ, എൻ്റെ പേരിലുണ്ടല്ലോ ആ രഹസ്യം. മറിയം മറഞ്ഞു നിൽക്കാൻ പഠിച്ചവൾ. അംഗീകാരവും സ്ഥാനവും മോഹവും അധികാരവും ഒക്കെ എൻ്റെ അവകാശമാണ്, എനിക്ക് കിട്ടേണ്ടതുമാണ്. എങ്കിലും മറിയം മറഞ്ഞു നിന്നു. മറിയം മറഞ്ഞു നിൽക്കാൻ പഠിച്ചവൾ. സഹോദരങ്ങൾ, ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പം കുടുംബത്ത് മറഞ്ഞു നിൽക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? എൻ്റെ ഭാര്യയുടെ നന്മ ലോകമറിയട്ടെ, ബന്ധുക്കൾ എൻ്റെ ഭാര്യ അറിയട്ടെ, ഞാനൊന്ന് മറയാം, മേഘമേലാപ്പിൽ ഒളിക്കാം,
എൻ്റെ മുഖം ഞാനൊന്ന് മറയ്ക്കാം. മറിയാമിൻ്റെ ഒരു അഭിഷേകം, അല്ലെങ്കിൽ ഭാര്യ എൻ്റെ ഭർത്താവിൻ്റെ നന്മയും കുഞ്ഞുങ്ങളുടെ സ്നേഹവും ലോകമറിയട്ടെ, ഞാൻ അറിയപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ മക്കൾ എൻ്റെ ചാച്ചനും അമ്മയും ആളുകൾ അറിയട്ടെ, സ്നേഹിക്കട്ടെ. ഞാൻ ചെറുപ്പമാണല്ലോ, ഇനിയും എനിക്ക് സമയമുണ്ട്. മറയാനൊരു അഭിഷേകം. സഭയിൽ എനിക്ക് സ്ഥാനം കിട്ടും, മാനം കിട്ടും. നോ, ഞാൻ വേണ്ടെന്ന് വെച്ച് മറയുന്നു. അതൊന്നും എനിക്ക് പഥ്യമായതുകൊണ്ടല്ല, ദൈവമഹത്വത്തെ പ്രതി ഞാൻ മറയാം. അവരൊക്കെ ആസ്വദിക്കട്ടെ. ഭക്ഷണം, വിജയം, യാത്ര, സീറ്റ്, എന്തു കാര്യത്തിലും ഒരു മറവ്, ഒരു പിന്നോട്ട് പോകൽ. നിന്നെ ആരെങ്കിലും ഒരു വിരുന്നിന് വിളിക്കുമ്പോൾ നീ സമക്ഷത്ത് വന്ന് മുമ്പിലിരിക്കല്ലേ, മറയത്ത് പിറകിൽ പോകൂ. ഇത് കാണുന്നൊരു ദൈവമുണ്ട്. എല്ലാവരും മേൽത്തരം വീഞ്ഞാദ്യം വിളമ്പുന്നു. അതാണല്ലോ പതിവ്. ശക്തിയും കരുത്തും തൻ്റെ ഇടവും മുന്നോട്ട് പോകാൻ കെൽപ്പും വാക്കും നാക്കും പ്രാവീണ്യവും ശക്തിയും മഹത്വമുള്ളവൻ ഇടിച്ചു കയറി മുമ്പിൽ നിൽക്കും. അതാണ് ലോകത്തിൻ്റെ നിയമം. എല്ലാവരും മേൽത്തരം വീഞ്ഞാണല്ലോ ആദ്യം വിളമ്പുന്നത്. എന്തേ ക്രിസ്തുവേ, നീ ഈ മധുര വീഞ്ഞ് മറച്ചു വെച്ചു. ആദ്യം വന്നവർ ഇടിച്ചു കയറി സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് ഇല്ലാത്തൊരു മാധുര്യം, മുന്നമേ വന്നവർ നയിച്ചവർക്ക് ബഹളം വെച്ചവർക്കില്ലാത്ത ഒരു അഭിഷേകം പിന്നിൽ നിന്ന ഈ കുഞ്ഞിൽ, ഈ പിന്നിൽ നിന്ന ഈ അമ്മയിൽ, ഈ സാധുവായ അപ്പനിൽ കാണുന്നല്ലോ എന്ന് നാളെ നിങ്ങളെക്കുറിച്ച് പറയും. നാളെ നിങ്ങളെക്കുറിച്ച് പറയും. മരിയൻ ധ്യാനം നിങ്ങളെ അങ്ങനെ ഒരുക്കട്ടെ. വിശുദ്ധ പുരോഹിത ദൈവജനമേ, നമ്മുടെ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കുറവുകൾ മറിയാം വഴി കൊടുക്കുവിൻ. കുറവുണ്ടെന്ന് തിരിച്ചറിയാൻ നമ്മേക്കാൾ എളുപ്പം കഴിയുന്ന മറിയം നമുക്ക് വേണ്ടി പ്രാർത്ഥനയായി ഉരുകും. ജീവിതത്തിൽ ഇന്ന് വരെ ഗതി പിടിക്കാത്ത നിങ്ങളെ ഒരു വീഞ്ഞു ഭരണിയാക്കി മറിയത്തിൻ്റെ മാധ്യസ്ഥം മാറ്റും. നിങ്ങളിലൂടെ കാണുന്ന പ്രവൃത്തികൾ കണ്ട് ജനം അത്ഭുതപ്പെടുന്ന സാക്ഷ്യം, അത് നിങ്ങൾ കേട്ടിട്ടേ മരിക്കൂ. മറിയം ഈ വാഗ്ദാനങ്ങളുടെ അച്ചാരമാണ്. അമ്മയൊത്താരാധിക്കാം, ദിവ്യപുത്രനെ ആരാധിക്കാം, വചനത്തിൻ്റെ മറവിൽ നിന്ന് രക്ഷകനെ ആരാധിക്കാം. അമ്മയൊത്താരാധിക്കാം, ആരാധനയ്ക്ക് ഒരുങ്ങാം. ദിവ്യപുത്രനെ ആരാധിക്കാം, ആത്മാവിനെ നമുക്ക് ഒരുക്കാം. വചനത്തിൻ്റെ മറവിൽ നിന്ന് രക്ഷകനെ ആരാധിക്കാം. ഇന്നത്തെ ആരാധനയിൽ ഇന്നലത്തെ പോലെ മിനിഞ്ഞാന്നത്തെ പോലെ പ്രകടമായ ദൈവ സാന്നിധ്യം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കായി നമുക്ക് കരങ്ങൾ കൂപ്പാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ.
കർത്താവേ. വത്സല്യമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസത്തെ ആരാധനയാണ്. 4 ദിവസം നമ്മൾ ദൈവത്തെ ആരാധിച്ചും മറിയാമിൻ്റെ സ്വർഗീയ രഹസ്യങ്ങൾ ധ്യാനിച്ചും കർത്താവിൻ്റെ കൂടെയായിരുന്നു. ഈ 4 ദിവസത്തെ ധ്യാനത്തിൻ്റെ ഫലം ആത്മാവിൽ അച്ചുകുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൽ അച്ചുകുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്നവനാണല്ലോ, അതവൻ്റെ വാഗ്ദാനമാണല്ലോ. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഇത്ര അടുത്ത് നിൽക്കുന്ന വേറൊരു ജനതയുണ്ടോ, ഇത്ര സാമീപ്യം നൽകുന്ന വേറൊരു ദൈവമുണ്ടോ എന്നാണ് നിയമാവർത്തന പുസ്തകം ചോദിച്ചത്. കർത്താവിനെ കരങ്ങൾ കുപ്പി നോക്കാം. ഇത്ര അടുത്ത് കർത്താവ് നിൽക്കുന്ന ദൈവജനം വേറേത്, കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാണിക്കുന്ന ദൈവം വേറേത്, ദൈവം വേറേത്. നമുക്ക് കേൾക്കാം. കർത്താവ് നിൽക്കും ദൈവജനം വേറേത്, ദൈവജനം വേറേത്. കരങ്ങൾ കുപ്പി ഈശോയെ നോക്കാം. കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. സന്തോഷത്തോടെ ശാന്തമായി ഈശോയെ ആരാധിക്കാം. ഇത്ര അടുത്ത് കർത്താവ് നിൽക്കുന്ന ഒരു ജനതയെ നാം കേട്ടിട്ടില്ല. ഉയരുന്ന ധൂപത്തോടൊപ്പം, അർപ്പിക്കുന്ന ധൂപാർച്ചനയോടൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാം, സന്തോഷിക്കാം. ഇത്രയടുത്ത് 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 കർത്താവ് നിൽക്കും ദൈവജനം വേറേത്, ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്. കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്, കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. ഞാൻ എൻ്റെ ആടുകളെ നേരിട്ടു മേയിച്ചിടും, മുറിവേറ്റു വീണതിനെ നെഞ്ചുത്തിലാളിച്ചിടും. ഞാനാണ് ദൈവമെന്ന് അപ്പോൾ നീ അറിയും, ഞാൻ മാത്രം സത്യമെന്ന് അപ്പോൾ നീ അറിയും. ഞാനാണ് ദൈവമെന്ന് അപ്പോൾ നീ അറിയും, ഞാൻ മാത്രം സത്യമെന്ന് അപ്പോൾ നീ അറിയും. ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്, കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. കരമടിച്ച് പാടാം. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, പാഴ്വക്കിൽ, പാതവക്കിൽ, പടിപ്പുരയിൽ, പടിയിലിരുന്ന കൽഭരണിയാണ് നീയെങ്കിലും ആരും ശ്രദ്ധിക്കാഞ്ഞ നിന്നെ കർത്താവ് തൊടും. പ്രിയപ്പെട്ടവരെ, മറിയാമിനെ തൊട്ട ദൈവം വിശേഷമായ ഒന്നുമില്ലാതിരുന്നിട്ടും ദൈവകൃപ അവളെ പൂർണ്ണവതിയാക്കി. ഇന്ന് മുതൽ തലമുറകൾ ഇനി എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇതുവരെ ദൈവം തന്ന ദാനമോർത്ത് ഞാൻ സ്തുതിക്കുന്നു. കരമടിച്ച് ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി 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 എന്ന് ചൊല്ലി പാടാതിരിക്കാൻ ആവുമോ? ഈശോയെ നോക്കി പാടിക്കേ. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്ന് ചൊല്ലി പാടാതിരിക്കാൻ ആവുമോ? തന്നതെല്ലാം ദാനമല്ലേ, തമ്പുരാന്റെ സ്നേഹമല്ലേ, നന്ദി ചൊല്ലി പാടിടും ഞാൻ, നന്മയെന്നും ചെയ്തിടും ഞാൻ. ഇനി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്നിച്ചു പാടാം സ്തുതി സ്തുതി സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ ധ്യാനത്തെ കുറിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എന്ന് ചൊല്ലി പാടാതിരിക്കാൻ കാര്യങ്ങളെങ്കിലും അമ്മ മറിയം വഴി ദൈവം നമ്മളെ ഉറപ്പിച്ചിട്ടുണ്ടാവാം. ഇതുവരെ ദൈവം ചിന്തകളെ, പ്രതിജ്ഞകളെ, തീരുമാനങ്ങളെ, കാഴ്ചപ്പാടുകളെ കർത്താവിന് കൊടുത്തേ. കർത്താവിനെ സ്തുതിച്ച് നന്ദി, നന്ദി കർത്താവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ നിന്നെ സ്തുതിക്കുവാൻ നീ എന്നെ ഒരുക്കുന്നല്ലോ, ഒരുക്കുന്നല്ലോ, ഒരുക്കുന്നല്ലോ കർത്താവേ, നീ എന്നെ ഒരുക്കുന്നല്ലോ കർത്താവേ, നീ എന്നെ ഒരുക്കുന്നല്ലോ കർത്താവേ, നീ എന്നെ
അറിയുന്നല്ലോ കർത്താവേ. എന്റെ ഭാരങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ കർത്താവേ. ഞാൻ അനാഥനാണല്ലോ കർത്താവേ. നിന്റെ കരം എന്നെ തൊടുന്നു, അതെനിക്ക് ആശ്വാസമാണ്. മറിയത്തെ തൊട്ട് ദൈവകരം എന്നെയും തൊടുമെന്ന് അറിയുന്നു ഞാൻ. ആദികൾ വ്യാധികളെല്ലാമേ അവിടുത്തെ സന്നിധി കാഴ്ചവെച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടുമേ. ഹല്ലേലൂയ ഞാൻ പാടിടുമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്നെ ആരാധിക്കാനുള്ള ഒരു പ്രത്യേക ആനന്ദം എനിക്ക് നൽകണമേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ സന്തോഷം ഇരിപ്പുണ്ട്. അപ്പാ പിതാവേ, യേശുവിനെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുമ്പോൾ സങ്കീർത്തനം ഞങ്ങളുടെ നാവിൽ വരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ സന്തോഷം ഇരിക്കുന്നുണ്ട്. ആ സന്തോഷം ഞാനിതാ അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് നൽകിയ എല്ലാ ദാനങ്ങളും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കരം കൂപ്പി നിന്നെ നോക്കി ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ നിന്നെ തന്നെ ഒന്ന് നേരിട്ട് കാണാൻ ഉള്ള ഭാഗ്യം എനിക്ക് നൽകണമേ. ഏതാനും ശതകങ്ങളിലെ മനുഷ്യർ പാടിയ പാട്ട്, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകർ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. കരം കൂപ്പി ഈശോയെ കാണാനുള്ള ഭാഗ്യം ചോദിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആത്മനാഥനേശുവേ, ആരാധന 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 ആയിരം ആരാധന. പാടുകയല്ല, ഹൃദയം കൊടുക്കാൻ ശ്രമിക്കാം. ആരാധന ആരാധന ആത്മാവിലാരാധന. പാടാം. ആരാധന ആരാധന ആയിരം ആരാധന, ആയിരം ആരാധന. ആത്മാവിൽ ആരാധന ആരാധന ആത്മാവിലാരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവേ, എനിക്ക് ഉണ്ടായിരിക്കട്ടെ. നീയുണ്ട്. ഞാൻ ഇത്രയും നാളുകൾ എൻ്റെ ജീവിതത്തിൻ്റെ യൗവനം തന്നെ എടുത്താലും ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ക്ലാവ് പിടിച്ച ഒരു കൽഭരണിയായിരുന്നു. ഒരു ആൾ പോലും എന്നെ മനസ്സിലാക്കിയില്ല. കുഞ്ഞെ, നിന്നെ പഠിക്കൽ നിന്നും പുരയ്ക്കകത്ത് മണവറയിലും മണിയറയിലും കയറ്റുവാനായി ക്രിസ്തുവുണ്ട്. കൽഭരണിയെ അകത്ത് കയറ്റിയ കർത്താവ്. ജോയൽ 3:10. ഞാനൊരു യോദ്ധാവാണെന്നതുകൊണ്ട് എല്ലാവരും പറയട്ടെ, ഞാനൊരു യോദ്ധാവാണ്. എനിക്ക് ഭാരമുണ്ട്, കരയാൻ കാരണങ്ങളുള്ള മനുഷ്യന്. പക്ഷേ കർത്താവ് എന്നിലൊരു കണ്ണ് വെച്ചിട്ടുണ്ട്. കർത്താവ് എന്നെ നോക്കിയിട്ടുണ്ട്. അതിനാൽ ഞാൻ സന്തോഷിക്കും. എൻ്റെ ഭാരങ്ങളെ ഞാൻ കർത്താവിനെ ഏൽപ്പിക്കും. വലിയ മഹത്വത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വം എന്നിലേക്ക് ഇറക്കണമേ. കർത്താവേ, നിന്റെ പ്രകാശം എന്നിലേക്ക് ഇറക്കണമേ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ ധ്യാനത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ദൈവം വ്യക്തമായും സ്പഷ്ടമായും കൃത്യമായും നമ്മെ
തൊടണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മനോഭാരത്തെ, എൻ്റെ മാനസിക രോഗത്തെ, എൻ്റെ കെട്ടുപാടുകളെ, എൻ്റെ മൂടവുട്ടുകളെ എല്ലാം നിനക്ക് ഞാൻ തരുന്നു ദൈവമേ. കർത്താവേ, ഇതൊന്നും വെറുതെ ആവില്ലെന്ന് മറിയാമിനോടൊപ്പം ഞാൻ വിശ്വസിക്കുന്നു. അമ്മയെ തൊട്ട ദൈവമേ, അമ്മയെ ഉയർത്തിയ ദൈവമേ, ഞാൻ അമ്മയോടൊപ്പം നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, 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 ആരാധന. ദൈവത്തെ സ്തുതിക്കാൻ ഒരു പരിധി വെക്കണ്ട. എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഉയർന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കാം. കരിവേലകം പോലെ ഉയർന്ന്, ദേവദാരി പോലെ വളർന്ന ദൈവത്തെ സ്തുതിക്കാം. സിയോൻ പർവ്വതം പോലെ തല ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കാം. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, നിങ്ങളുടെ മരണത്തിന് മുമ്പ്, കണ്ണടയ്ക്കും മുമ്പ് കർത്താവിനെ ആരാധിച്ച നിന്നെ നോക്കി, മറിയാമിൻ്റെ കൈ പിടിച്ച് കർത്താവിനെ സ്തുതിച്ച നിന്നെ നോക്കി ഒരിക്കൽ സുഹൃത്തുക്കളോ ഇടവകയോ സഭയോ പറയും, ഐശ്വര്യകരം, ഐശ്വര്യകരം. ഇത്രയും മധുരവീഞ്ഞ് ഈ വ്യക്തിയിലുണ്ടായിരുന്നു. ഈ മധുരവീഞ്ഞ് മറയ്ക്കപ്പെട്ടിരുന്നല്ലോ ഇത്രയും കാലം. നിങ്ങളെക്കുറിച്ച് പറയാം, നിങ്ങളെക്കുറിച്ച് പറയാൻ നമ്മുടെ കർത്താവിൽ മറിയം ഇടവരുത്തും. അതുകൊണ്ടാണ് ആന്റണി മേരി ക്ലാരറ്റ് എന്ന പുണ്യവാൻ, ആന്റണി മേരി ക്ലാരറ്റ് എന്ന പുണ്യവാൻ പറഞ്ഞത്, എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ മറിയം വഴിയായി എൻ്റെ കർത്താവിൽ എനിക്കെല്ലാം സാധിക്കും, എനിക്കെല്ലാം സാധിക്കും. എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ, അമ്മ വഴിയായി എനിക്കെല്ലാം സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വപ്നമായി കരുതിയിരുന്ന ചില പ്ലാനുകൾ, പദ്ധതികൾ, പ്രോജക്റ്റുകൾ കർത്താവിൻ്റെ കയ്യിലേക്ക് മറിയം വഴി കൊടുക്ക്. ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമുണ്ടോ? ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും. അത്യുന്നതിൻ്റെ ശക്തി ഈ പ്രൊജക്റ്റിനെ തൊടും, ഈ സ്വപ്നത്തെ തൊടും, ഈ ദാമ്പത്യത്തെ തൊടും, ഈ പ്ലാനിനെ തൊടും. ദൈവത്തിൻ്റെ ശക്തി നിന്റെ സ്വപ്നത്തെ, നിന്റെ യാത്രയെ, നിന്റെ ജോലിയെ തൊടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി ആവസിക്കും. പരിശുദ്ധാത്മാവ് വരും, ഒരു പ്രവൃത്തി ചെയ്യും. അതിൻ്റെ അച്ചാരമാണ് ഈ കർത്താവ്. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ ചങ്കിലേക്ക് വെക്കാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി. നിങ്ങളെ പ്രിയപ്പെട്ടവരെ, 10 പൈസയ്ക്ക് വിലയില്ലാതെ, കണ്ണുനീരിന് വിലയില്ലാതെ ഉരുകിത്തീർന്ന മെഴുതിരിയാണ് നിങ്ങളെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ അമ്മയിൽ എന്ന വണ്ണം നിന്റെ മേലെ വരും. വലതുകരം ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും, അത്യുന്നതൻ്റെ ശക്തി ആവസിക്കും. വലതുകരം ഉയർത്തി പാടിക്കേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പാടിക്കേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി ആവസിക്കും. മടുപ്പ് കൂടാതെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവജനമേ, ഇത് വെറുതെ അല്ലെന്ന് ജീവിതത്തിൽ തെളിയുന്നില്ലെങ്കിൽ, ഈ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരുനാളം കൊളുത്താൻ പറ്റില്ലെങ്കിൽ, യേശയ്യായിലൂടെ ഇവൻ പറഞ്ഞ വാക്ക് വെറുതെയാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ കർത്താവിനെ വിട്ടുപേക്ഷിക്കാം. കാരണം അവൻ്റെ വാക്കാണ്, ഞാൻ ചതഞ്ഞ ഞാങ്ങനെ ഒടിക്കുകയില്ല, മങ്ങിയെ തിരി കെടുത്തുകയില്ല എന്ന് പറഞ്ഞവനാണ് നമ്മുടെ മുമ്പിൽ. പ്രിയപ്പെട്ടവരെ, നാം ഒരു മൺകട്ടയോ ഒരു പാവയ്ക്കത്തോട്ടത്തെ കോലത്തിലോ അല്ല ആരാധിക്കുന്നത്. ഇവൻ തൊട്ടടുത്ത് തൊട്ടുരുമി ചങ്കിനോടും പിടപ്പിനോടും ചേർന്ന് നിൽക്കുന്നത് നിന്റെ ചതഞ്ഞ ഞാങ്ങനെ ഒടിക്കാതിരിക്കാനാ, മങ്ങിയെ തിരികെടുത്താതിരിക്കാനാ. മങ്ങിക്കത്തിയ നിന്റെ വിളക്ക് കർത്താവ് ഊതിത്തെളിക്കും. കെട്ടുപോയി എന്ന് പറഞ്ഞിടത്ത് വ്യാധി പിടിച്ചവൻ കിടപ്പിലായെന്നും ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ലെന്നും അവർ പറഞ്ഞു പരത്തി. സങ്കീർത്തകൻ പറയുക, പൊളിഞ്ഞിരിക്കുന്ന വേലി പോലെയും ചെരിഞ്ഞിരിക്കുന്ന മതിൽ പോലെയും അവരെന്നെ എണ്ണി 10 പൈസയ്ക്ക് വില തന്നില്ല. ഞാൻ തീർന്നെന്നവർക്കറിയാം. ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. എൻ്റെ ആയുസ്സും പ്രജ്ഞയും ശക്തിയും തീർന്നു. ചരിത്രത്തിൻ്റെ താളുകളിൽ ഞാൻ മുങ്ങിയെന്നവർ പറഞ്ഞു. എന്നാൽ എൻ്റെ ദൈവം ഒരു പുതിയ ചരിത്രം എഴുതി. പഠിക്കലിരുന്ന കൽഭരണിയ ഞാൻ, വങ്കു പൊട്ടിയ കൽഭരണിയ ഞാൻ, അകം മുഴുവൻ ക്ലാവ് നിറഞ്ഞ, മനം മുഴുവൻ നോവു നിറഞ്ഞ, എന്നെ വീഞ്ഞു ഭരണിയാക്കിടും എൻ്റെ യേശോ, എന്നെ വീഞ്ഞു ഭരണിയാക്കിടും. പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പഠിക്കലിരുന്നവരെ, പുറന്തള്ളപ്പെട്ടവരെ, മടുപ്പ് അനുഭവിച്ചവരെ, മനസ്സിൽ ശവകുടീരമുള്ളവരെ, മരിച്ചിട്ട് ദിവസങ്ങളായവരെ,
ലാസറിനെ പൊക്കിയ കർത്താവ് മറിയാമിലൂടെ നിങ്ങളെ പൊക്കും. പടിക്കലിരുന്ന കൽഭരണിയെ എടുത്ത് അകത്തിരുത്തി മുന്തിരിച്ചാറ് തൊണ്ടവര നിറയ്ക്കും. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം, നൃത്തം ചവിട്ടി ദൈവത്തെ ആരാധിക്കാം. പടിക്കലിരുന്ന കൽഭരണിയാ ഞാൻ, വങ്കു പൊട്ടിയ കൽഭരണിയാ ഞാൻ. പടിക്കലിരുന്ന കൽഭരണിയാ ഞാൻ, വങ്കു പൊട്ടിയ കൽഭരണിയാ ഞാൻ. അകം മുഴുവൻ ക്ലാവു നിറഞ്ഞ, മനം മുഴുവൻ നോവു നിറഞ്ഞ, അകം മുഴുവൻ ക്ലാവു നിറഞ്ഞ, മനം മുഴുവൻ നോവു നിറഞ്ഞ. എന്നെ വീഞ്ഞു ഭരണിയാക്കിയിടും എന്റെ ഈശോ, എന്നെ വീഞ്ഞു ഭരണിയാക്കിയിടും. എന്നെ വീഞ്ഞു ഭരണിയാക്കിയിടും ഈശോ, എന്നെ വീഞ്ഞു ഭരണിയാക്കിയിടും. പ്രിയപ്പെട്ടവരെ, പടിക്കലിരുന്ന നമ്മളെ, പടിക്കലിരുന്ന കൽഭരണിയാം ഞാൻ, വങ്കു പൊട്ടിയ കൽഭരണിയാം ഞാൻ. അകം മുഴുവൻ ക്ലാവു നിറഞ്ഞ, മനം മുഴുവൻ നോവു നിറഞ്ഞ, അകം മുഴുവൻ ക്ലാവു നിറഞ്ഞ, മനം മുഴുവൻ നോവു നിറഞ്ഞ. എന്നെ വീഞ്ഞു ഭരണിയാക്കിടും എന്റെ ഈശോ, എന്നെ വീഞ്ഞു ഭരണിയാക്കിടും. പാടിക്കേ, എന്നെ വീഞ്ഞു ഭരണിയാക്കിടും എന്റെ ഈശോ, എന്നെ വീഞ്ഞു ഭരണിയാക്കിടും. ഇടത്തോട്ടും വലത്തോട്ടും നാടി ആരാധിക്കാമെങ്കിൽ ആരാധിച്ചോ. നമ്മുടെ വീട്ടിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടുപേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ദൈവം ചെയ്യുമെന്ന് ഏതെങ്കിലും ഒരു ഉറക്കമിളപ്പിൽ അറിയാതെ വായിക്കോട്ട വിട്ടുകൊണ്ട് പറഞ്ഞതല്ല. നിനക്ക് വേണ്ടി ഒരു ഇൻക്രെഡിബിൾ പ്രവൃത്തി ദൈവം ചെയ്യും. അടിയന് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാനത് മോഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ചെയ്യുമെന്ന് പറഞ്ഞ ദൈവം ഇനിയും കാലം, നിങ്ങളുടെ നിരാശയുടെ കണ്ണീരിന്റെ കാലം അങ്ങനെ അങ്ങ് വർദ്ധിപ്പിക്കില്ല. പാദം കഴുകി എത്ര നാൾ, ചവിട്ടപ്പെട്ടിനി എത്ര നാൾ. പാദം കഴുകി എത്ര നാൾ, ചവിട്ടപ്പെട്ട് എത്ര നാൾ. നിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ കർത്താവ് വരണുണ്ട്, സമ്മാനം താരണുണ്ട്. നിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ ഈ പറക്കുന്ന തിരുവോസ്തി, പ്രിയപ്പെട്ടവരെ, വാക്കിട്ട് കളിക്കുകയല്ല, ഇത് നാവിൽ പറന്നു വന്ന ചരിത്രമുണ്ട്. നിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ, നിന്റെ കണ്ണുനീരിന്റെ ചരിത്രത്തിൽ സ്വർണ്ണ തിളക്കമുള്ള തേജഗോളങ്ങളെ സ്ഥാപിക്കുവാൻ കർത്താവ് അബ്രാമിനെ സന്ദർശിച്ചതുപോലെ സന്ദർശിക്കും. കലമടിച്ച് പാട്. പടിക്കലിരുന്ന് കൽഭരണി വീഞ്ഞുകുടമായി മാറാൻ പോകുന്ന കാലമായി. പടിക്കലിരുന്ന കൽഭരണിയ ഞാൻ, വങ്കലിരുന്ന കൽഭരണിയാം ഞാൻ, വങ്കുപൊട്ടിയ കൽഭരണിയ, വങ്കുപൊട്ടിയ കൽഭരണിയാം ഞാൻ. അകം മുഴുവൻ ക്ലാവു നിറഞ്ഞ, മനം മുഴുവൻ നോവ് നിറഞ്ഞ, മനം മുഴുവൻ നോവു നിറഞ്ഞ. എന്നെ വീഞ്ഞു ഭരണിയാക്കണം, എന്നെ വീഞ്ഞു ഭരണിയാക്കിടും ഈശോ, എന്നെ വീഞ്ഞു ഭരണിയാക്കിടും. കരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരവീശി പഠിക്കൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഠിക്കേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഠിക്കേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഠിക്കേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
മങ്ങിയ തീരിയവൻ കെടുത്തുകയില്ല. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. മങ്ങിയ തീരിയവൻ കെടുത്തുകയില്ല. നീറി നീറി നിൽക്കുന്ന എൻ മനോഭാരം മുഴുവനും അറിയും എൻ്റെ തമ്പുരാൻ. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. മങ്ങിയ തീരിയവൻ കെടുത്തുകയില്ല. ജെറമിയായുടെ പുസ്തകം 30-ാം അധ്യായത്തിൽ കർത്താവ് എൻ്റെയും നിന്റെയും വേദനകളെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ജെറമിയ 30:12 മുതലുള്ള വാക്യങ്ങൾ. സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് മുറിവേറ്റിരിക്കുന്നു കുഞ്ഞേ. ജെറമിയ 30:12. നിന്റെ മുറിവിന് മരുന്നിന്നു വരെയും കണ്ടുപിടിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞേ. ജെറമിയ 30:12-13. നിനക്ക് വേണ്ടി വാദിക്കുവാൻ ആരോരുമില്ല എൻ്റെ കുഞ്ഞേ. ജെറമിയ 30:12-13. നിനക്ക് മാരകമായി മുറിവേറ്റിരിക്കുന്നു, നിന്റെ മുറിവിന് മരുന്നില്ല. നിനക്ക് വേണ്ടി വാദിക്കുവാനായി സുഹൃത്തുക്കളില്ല എൻ്റെ പൊന്നേ. നീ മുറിവേറ്റതുപോലെ മുറിവേറ്റ മനുഷ്യരില്ല, നീ കരഞ്ഞതുപോലെ കരഞ്ഞവരില്ല. ലോകത്തിൽ നിന്നോളം വിതുമ്പിയവരില്ല, നിന്നോളം സഹിച്ചവരില്ല എന്ന് നിനക്ക് തോന്നും. പക്ഷേ അത് ശരിയുമായിരിക്കും. സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് മുറിവേറ്റിരിക്കുന്നു, നിന്റെ മുറിവിന് മരുന്നില്ല, നിനക്ക് സൗഖ്യം കിട്ടില്ല, നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, നിനക്ക് സൗഖ്യം കിട്ടാനും പോകുന്നില്ല. അതാണ് നിന്റെ സ്ഥിതി, അതാണ് നിന്റെ സ്ഥിതി. നിനക്ക് സൗഖ്യം സ്വപ്നമാണ്. എന്നാൽ സോറച്ചടായ, ഏറ്റവും തകർന്നു തോറ്റ അമ്പിപ്പോയ കുഞ്ഞേ, തരിശിട്ട നിലം പോലെ പരാജയത്തിന്റെ പടുകുഴയിൽ വീണ മുത്തേ. ജെറമിയ 30:17. ജെറമിയ 30:17. എന്നാൽ ഞാൻ, ഈ ദൈവം, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നീ നിന്റെ കണ്ണുനീരിനെ പിന്നെ ഒഴുകിപ്പോയ വെള്ളം പോലെയേ ഓർക്കുകയുള്ളൂ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഒഴുകിപ്പോയ വെള്ളത്തെ, പിടിച്ചു നിർത്താൻ പറ്റാത്ത വെള്ളത്തെ, വഴുതിപ്പോയ വെള്ളം പോലെ നിന്റെ സകല സങ്കടങ്ങളെക്കുറിച്ചും നീ കൈവിട്ടുപോയി, നിന്റെ ചങ്കിൽ നിന്ന് വാർന്നുപോയി. നിന്റെ പുതിയ ആകാശത്തിലും ഭൂമിയിലും നീ ഒരു ചന്ദ്രബിംബം പോലെ തെളിയുമ്പം പണ്ടത്തെ സങ്കടങ്ങൾ പമ്പ കടന്നു പോകും. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ തൃക്കരമെന്നെ താങ്ങുന്നേ, ആക്കരയെത്തിച്ചിടുന്നേ. ഇതാരുടെ പ്രവൃത്തിയാ? ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമുക്കിത് അത്ഭുതകരമായി തോന്നും. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ തൃക്കരമെന്നെ താങ്ങും. അമ്മ മറിയത്തിൻ്റെ മകൻ അത്ഭുതകരമായി നിന്നെ താങ്ങട്ടെ. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ തൃക്കരം എന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. കരമടിച്ചേ പ്രിയപ്പെട്ടവരെ, കരമടിച്ച് പാടാം, കരമടിച്ച് ആരാധിക്കാം. വെറുതെയല്ല, വിശുദ്ധി ഇറക്കുന്ന ഈ ആരാധനയിൽ മനസ്സ് ചേരാം. പാടിക്കേ, പാടിക്കേ, ഉറക്കെ പാടിക്കേ. ആമേൻ, ആമേൻ. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, ഓഹോ സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, ഓഹോ സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ
പാടിക്കേ പ്രിയപ്പെട്ടവരെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ കരമുയർത്തി നമുക്കൊന്ന് ഉറക്കെ ദൈവത്തെ സ്തുതിക്കാം. ഈ കാലങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ സ്തുതിച്ചിട്ടില്ലാത്തതുപോലെ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും കേൾക്കുകയും ചെയ്ത് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പ്രകടമായ രോഗസൗഖ്യവും ആത്മാഭിഷേകവും കാഴ്ചപ്പാടുകളും വിശുദ്ധിയും പ്രതിജ്ഞയും നൽകി അനുഗ്രഹിക്കണമേ. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം മറന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം കൂപ്പി പിടിക്കാം. വാത്സല്യമുള്ള സഹോദരങ്ങളെ, അവസാനത്തെ ദിവസത്തിൻ്റെ ആശീർവാദം പൂർണ്ണ ദൈവാശ്രയത്വത്തോടുകൂടെ അമ്മ മറിയത്തിൻ്റെ കൈയും കൂടെ ചേർത്ത് പിടിച്ച് നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.